പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലെമൺ റൈസാണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാമായിരിക്കാം ഉണ്ടാക്കാനായിട്ട്. പക്ഷേ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 20 മിനിറ്റ് കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബസ്മതി റൈസാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്കൊരു ഫ്ലേവറിന് ആവശ്യമായ 3 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സ്പൂൺ ഓയിൽ, ഇതെല്ലാം ഇട്ട് നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലെമൺ റൈസ് നമ്മൾ ദൂരയാത്രയൊക്കെ പോകുമ്പോഴും കേടുകൂടാതെ എത്ര ദിവസം വേണമെങ്കിലും വെച്ചിരിക്കാൻ പറ്റിയ ഒരു റൈസാണ്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി എന്നെ അറിയിക്കുക. നമ്മൾ ഈ അരി വേവിക്കുമ്പോൾ ഒരു ഹാഫ് കുക്കായിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മളത് മാറ്റി വെച്ചാലും വീണ്ടും അതിൽ നിന്ന് വേകും. അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ റൈസ് കുറച്ചുകൂടി വേവാനുണ്ട്, വെന്തിട്ടില്ല. നമ്മുടെ റൈസിന് 50% വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. നമ്മുടെ റൈസ് വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലോട്ട് പോകാം. നമ്മളൊരു പാൻ വെച്ചു. നമ്മുടെ പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്കൊരു കുറച്ച് ഓയിൽ, ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് പൊട്ടുകടല, കുറച്ച് കപ്പലണ്ടി ഇച്ചിരി കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. അത് അതിൽ കിടന്ന് കടിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. ഇതെല്ലാം നമ്മൾ അധികം കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അധികം അങ്ങ് മൂക്കണ്ട, കാരണം ഇതിൽ നമ്മൾ വീണ്ടും ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അത് കൂടുതൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കപ്പലണ്ടി നിങ്ങൾക്ക് വറുത്തതായാലും വറുക്കാത്തതായാലും ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. എല്ലാം കൂടി കളറൊന്ന് മാറി വരുമ്പോൾ, കളറ് ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക്, ഒരു നുള്ളി ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കും. ഫ്ലെയിം വളരെ കുറച്ച് വേണം ഇതൊക്കെയിട്ട് വഴറ്റാൻ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാരണം നമ്മുടെ ലെമൺ റൈസിന് എല്ലാവർക്കും അറിയാമല്ലോ മഞ്ഞ കളറാണ്. അതിന് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി, ഞാൻ ഒരു വലിയ നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ വെച്ചെടുക്കുക. കാരണം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സായി കൊടുക്കുക. അതിലേക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. കാരണം ഇത് നാരങ്ങയുടെ പുളിപ്പും ഒരു എരിവും ഉപ്പും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, ഇതിൽ ഞാൻ ആദ്യമേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ചോറും ഉപ്പിട്ട് വേവിച്ചതാണ്. മറ്റതിന് ആവശ്യമായ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വീഡിയോ ഓഫായതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഉപ്പ് പിന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതിലേക്ക് കുറച്ച് നെയ്യ്, ഇതൊക്കെ ഓപ്ഷനിലാണ്. നെയ്യിലേക്കൊരു പ്രത്യേക സ്വാദുണ്ട്. കുറച്ച് മല്ലിയില ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ലെമൺ റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിന്
പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു തൈര് സാലഡും ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാൻ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്ന